ദൂരേതോ തേനും വയമ്പും വാനം പാടി വിശ്വമഹാക്ഷേത്ര സന്നിധിയിൽ ഒഴുകി വരും ഞാൻ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ജാനകിയമ്മേരെ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ജാനകിയമ്മ മരിച്ച ആഴ്ചയാണ് കഴിഞ്ഞ. അത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളികളായിട്ടുള്ള ഒരാളും ജാനകിയമ്മേരെ പാട്ടുകൾ പാടാണ്ടോ കേൾക്കാണ്ടോ പോയിട്ടുണ്ടാവില്ല. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പാട്ടുകൾ കേൾക്കാതെ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ ജാനകിയമ്മ പെട്ടെന്ന് മരിച്ചു എന്നുള്ള ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് ഓർക്കായിരുന്നു. പിന്നെ ഓരോരോ ഇതുകൾ കണ്ടപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഞാൻ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള പാട്ടുകളും പാടിയിട്ടുള്ള പാട്ടുകളും ജാനകിയമ്മേരെ പാട്ടുകളാണ് അധികവും എനിക്ക് ഓർമ്മയിൽ. എൻ്റെ ചെറുപ്പത്തിൽ ഇതാ ഒരു പാട്ട് മാത്രം മാധുര്യമ്മ പാടിയിട്ടുള്ള മറ്റേ എന്താ കണ്ണാലില കണ്ണ എന്നുള്ള പാട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പിന്നെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതും ഞാൻ പഠിച്ചിട്ടുള്ള പാട്ടുകളായിട്ട് മനസ്സിൽ നിന്ന് വരുന്ന പാട്ടുകൾ മുഴുവൻ ജാനകിയമ്മേരെ പാട്ടുകളാണ്. അതായത് ആദ്യം എൻ്റെ ചേച്ചിയാണല്ലോ പാട്ട് പഠിപ്പിച്ചത്. ചേച്ചി ഒക്കെ പഠിപ്പിച്ചിട്ടാണ് ഉണരൂ വേഗം നീ സോലാടി വന്നു നായകൻ. പിന്നെ എന്താ സൂര്യകാന്തി സൂര്യകാന്തി അത് പാടിയിട്ടുണ്ട്. പിന്നെ മാതളപ്പൂ പോലൊരു മനസ്സും നീങ്ങൂ. ആ പാട്ട് എനിക്ക് എത്ര പറഞ്ഞാലും ആ അത് ഞാനത് കാരണം എനിക്ക് ആ പാട്ട് പാടാൻ പേടിയുള്ളത്. ഈ ശാരികയുടെ ഇഴക്ക് എനിക്കധികം വരാറില്ല. ഇനി നോക്കണം അതെങ്ങനെയാന്നുള്ളത്. അന്നൊക്കെ എന്തൊക്കെയോ ഒപ്പിച്ച് പാടാറുണ്ട്. പിന്നെ മലർക്കൊടി പോലെ വർണ്ണക്കൊടി പോലെ മയങ്ങൂനിയ പിന്നെ ഓമനത്തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ. പിന്നെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. മാനസമണി വീണുവിൽ ഗാനം പകർന്നു ഭവാൻ. ഇതൊക്കെ അതൊക്കെ എല്ലാവരും എപ്പോഴും പാടുന്ന പാട്ടുകളാണ്. അങ്ങനത്തെ ഓർമ്മകൾ ഞാൻ ഇങ്ങനെ എഴുതിയെടുക്കായിരുന്നു. എത്രയോ പാട്ടുകളാണ് ചേച്ചി പഠിപ്പിച്ചെന്ന് കഴിഞ്ഞിട്ട്. പിന്നെ കൂടാതെ ചേച്ചിയിലേക്ക് കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് അധികം പഠിക്കാറ്. അങ്ങനെ പഠിച്ചിട്ടുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ എത്രയോ പാട്ടുകളാണെന്ന്. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ തേനും വയമ്പും നാവിൽ വാനം പാടി. അത് പിന്നെ മോഹം, ഈ പാട്ട് ഈ മോഹം കൊണ്ട് ഞാൻ എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ട് കലാസദൻ തൃശ്ശൂർ കലാസദൻ്റെ ഓർക്കസ്ട്ര ട്രൂപ്പ് ഉണ്ട്, അവരുടെ അതിൽ പാടിയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതിൽ പാടിയതാണ് ഈ പാട്ട്. ഏതാ പറയുക, മോഹം കൊണ്ടു ഞാൻ. പക്ഷേ ഈ മോഹം കൊണ്ട് ഞാൻ അന്ന് പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞപ്പോൾ എന്നോട് പാടാൻ പറയുന്ന പാട്ടായിരുന്നു നമ്മുടെ ഗോപികേ തുമ്പി. ആ പാട്ടിനോട് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പാടാനൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും പാടാറുള്ളത് അപ്പോഴും ജാനകിയമ്മേരെ പാട്ടുകൾ തന്നെ കുറെ പാടാറുള്ളത്. ആടിവ കാറ്റേ, അതിൽ പൊന്നൊരു കാലം കാണാൻ വന്നു. അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ ഇങ്ങനെ ഓർമ്മിച്ചെടുക്കായിരുന്നു. അപ്പൊ നമ്മൾ എന്തൊരു എത്രയോ വേഴ്സ്റ്റൈൽ സിംഗറാണെന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ക്ലാസിക്കലൊന്നും പഠിക്കാതെ ഇങ്ങനെ ഒഴുകാണ് പാട്ട്. ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. പിച്ച് പാടുമ്പോഴോ എന്ത് പാടുമ്പോഴും ഇങ്ങനെ എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഇങ്ങനെ നിന്ന് പാടുമ്പോൾ എങ്ങനെ സാധിക്കണു? അത്രയും വലിയൊരു ലെജൻഡ് നമ്മൾ ആ സമയത്ത് നമ്മൾ ജീവിച്ചിരുന്നു തന്നെ വലിയൊരു കാര്യം. എനിക്ക് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ജാനകിയമ്മേരെ പാട്ടുകൾ കേട്ടിട്ടും അത് പഠിച്ചിട്ടുമാണ് ഞാൻ. അങ്ങനത്തെ ഓരോ ഇതുകൾ നമുക്ക് ഇഷ്ടംപോലെ നിന്ന് ഉറപ്പിക്കാനുള്ള പാട്ടുകളാണല്ലോ ഇഷ്ടംപോലെ തന്നിരിക്കുന്നത്. അതുപോലെ ഇനിയൊരു ഒരു സിംഗർ ഇനി ഉണ്ടാവോ എന്ന് ആ ഓർമ്മകൾ. അപ്പം ഞാൻ എൻ്റെ പഴയ പാട്ടുകൾ ഇങ്ങനെ ഓർത്തെടുക്കായിരുന്നു. ഞാൻ ഇന്ന് അത് കഴിഞ്ഞതിന് ശേഷം കോളേജിലൊക്കെ ആയി പിന്നെയാണ്, അതായത് പ്രീ ഡിഗ്രിക്കൊക്കെ പിന്നെയാണ് പിന്നെ ചിത്രയുടെ പാട്ടുകളും സുജാതയുടെ പാട്ടുകളൊക്കെ കേൾക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയത്.
അപ്പോൾ അങ്ങനെ ഞാൻ ഈ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഓർമ്മ 5ാം ക്ലാസ്സിലേക്കുള്ള ഓർമ്മയാണ്. ഞാൻ പിന്നെ സന്ധ്യ പാടാനുള്ള കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓർമ്മയാണ്. അതായത് ഞാൻ തൃശ്ശൂർ 4ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ ഫാദർ പഠിപ്പിച്ചിരുന്ന, അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ട്, ഫാദർ പഠിപ്പിച്ചിരുന്ന ഒരു ചെറിയ സ്കൂളിലാണ് പഠിച്ചിരുന്നത്, LP സ്കൂളിലാണ് പഠിച്ചിരുന്നത്, ഗവൺമെൻറ്. അതിനുശേഷം 5ാം ക്ലാസ്സിലേക്കാണ് മറ്റേ തൃശ്ശൂർ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നത്. അപ്പം 5ൽ പോകുമ്പോൾ അവിടെ ഈ എൻ്റെ 5th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് എല്ലാ ആഴ്ചയിലും ഫ്രൈഡേ, വെള്ളിയാഴ്ച ഒരു ലാസ്റ്റ് പീരീഡ് ലിറ്റററി അസോസിയേഷൻ അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു പീരീഡ് ലിറ്റററി പരിപാടികൾ, അതായത് എന്തെങ്കിലും കഴിവുകളുള്ള പിള്ളേർ പാടാനും മെയിനായിട്ട് പാട്ട് പാടാനൊക്കെയാണ് അതിലധികം. പിന്നെ പ്രസംഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സ്പീച്ച് പറയും, സ്റ്റോറീസ് പറയും, അങ്ങനത്തെ നല്ലൊരു പീരീഡാണ് ലാസ്റ്റ് പീരീഡ്. വെള്ളിയാഴ്ചയാണല്ലോ, പിന്നെ ലാസ്റ്റ് ശനി ഞായറും ക്ലാസ് ഇല്ല. അപ്പോൾ ആ ദിവസം അങ്ങനെ ആവാറുണ്ട്. വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച ആണോ മാസത്തിലൊരു വെള്ളിയാഴ്ച ആണോ എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ സിസ്റ്റർ ജൂലി ഉണ്ട്, എന്നെ പഠിപ്പിച്ചിരുന്ന 5th സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ ജൂലി ആയിരുന്നു. ആ സിസ്റ്റർ സിസ്റ്റർ ഇപ്പോൾ മരിച്ചു പോയി എന്നാണ് എൻ്റെ ഒരു ഇത്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പാട്ടൊക്കെ. സിസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ സിസ്റ്റർ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്നപ്പോൾ പറഞ്ഞ് ഈ ക്ലാസ്സിൽ ആരൊക്കെയാണ് ഇനി പാടണവർ വല്ലവരൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എന്നെയൊന്നും ആരും അറിയില്ല, ഞാനിങ്ങനെ അനങ്ങാതിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഈ കൊയറിലൊക്കെ പാടായിരുന്നു, പള്ളിയിൽ വല്ലപ്പോഴും ഒക്കെ പാടാൻ പോകാറുണ്ട്, പെരുന്നാൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പാടാൻ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ച് പിള്ളേർ. പിന്നെ ഞാൻ അന്ന് ചെറിയ ബാലകലോത്സവത്തിനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. കൊട്ടകാട് വെച്ചിട്ട് പങ്കെടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടായിരിക്കും പറഞ്ഞു ഷാൻഡി പാടുന്ന പറഞ്ഞിട്ട്. ബെസ്റ്റ് ഒരു ഫ്രണ്ട് ഉണ്ട്, നീന എന്ന് പറഞ്ഞിട്ട്. അവൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു ഷാൻഡി പാടുന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പാടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ പാടിയതാണ് നിശീതിനെ പാടി. അപ്പോൾ സിസ്റ്റർ പിന്നെ തിങ്കളാഴ്ച വന്നപ്പോൾ, തിങ്കളാഴ്ച എൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ മെയിൻ ഒരു സിസ്റ്റർ എന്ന് പറയുന്നത് സിസ്റ്റർ ശാന്തയാണ്, ഇംഗ്ലീഷൊക്കെ എടുക്കുന്ന സിസ്റ്ററാണ്. അപ്പോൾ ആ സിസ്റ്റർ കന്യാസ്ത്രീയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും കാവി ഒരു സാരി എടുത്തിട്ടാണ് വരും. അപ്പം ഞാനിത് സിസ്റ്ററാണെന്നുള്ള കന്യാസ്ത്രീയാണെന്നുള്ള ഒരു ധാരണയില്ല. അപ്പം സിസ്റ്റർ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും നിശ്ചയിത്തിന് തന്നെ പാടി. ഒരു കൊല്ലം പിന്നെ ആ പാട്ട് മാത്രമേ പാടുള്ളൂ, വേറെ പാടില്ല. അപ്പം അങ്ങനെ പാടിയോണ്ട് ആ സിസ്റ്റർ വേറെ ആളെ കൊണ്ടുപോയി ഇതാക്കി. വെച്ചാൽ നമുക്ക് ഇനി നെക്സ്റ്റ് കൊല്ലത്തേക്ക് 10ാം ക്ലാസ്സിലത്തെ പിള്ളേർ പോയി കഴിയുമ്പോൾ പിന്നെ പുതിയ പിള്ളേരെ എടുത്തിട്ട് വേണം ഓരോ പ്രോഗ്രാമിന് പങ്കെടുപ്പിക്കാനും, പ്രയറിന്, അതുപോലെ നാഷണൽ ആന്തം, അസംബ്ലിയൊക്കെ വരുമ്പോൾ ഓരോരുത്തർ എടുക്കണമല്ലോ. അപ്പം അങ്ങനെയായിട്ട് സെലക്ട് ചെയ്യാനാണ്. കുറേ പിള്ളേരുണ്ടാവും, എ ഡിവിഷൻ, ബി ഡിവിഷൻ, സി, അങ്ങനെ DEF അങ്ങനെയൊക്കെ വരെ ഉണ്ടാവും. ഓരോന്നിലും ഉണ്ടാവും 100 പിള്ളേർ. അപ്പോൾ അതിന് സെലക്ട് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ നിശീതിനി പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സിസ്റ്റർ ശാന്തിനെ പറഞ്ഞു, ഇനി ഒന്ന് മാറ്റി പിടിക്കുക ശാന്തി, എപ്പോഴും നിശീതിനി തന്നെ പാടാതെ വേറെ പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അയ്യോ ബോറടിക്കില്ലേ, എല്ലാവരും നിശീതിനി പാടിയിട്ട് ബോറടിക്കില്ലേ എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ സന്ധ്യയെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എന്തോ പള്ളിയിലെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്, പള്ളിയിലെ പെരുന്നാളൊക്കെ കഴിയുമ്പോൾ അന്ന് രാത്രി എന്തൊക്കെയോ പരിപാടി ഉണ്ടാവും. അപ്പോൾ അതിൽ എൻ്റെ പാട്ട് മസ്റ്റായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സന്ധ്യയെ കണ്ണീരിക്കുന്നത് പഠിച്ചത്. അങ്ങനെ ആ പാട്ട് പിന്നെ ആ കൊല്ലം മുഴുവൻ പിന്നെ സന്ധ്യ തുടങ്ങിയതിന് പിന്നെ സന്ധ്യ തന്നെയായിരിക്കും. അങ്ങനെ ആ പാട്ട് പഠിച്ച് പറഞ്ഞു, ഇനിയിപ്പോൾ ഈ പാട്ട് കുറച്ച് നാളത്തേക്ക് ഇത് മതി, നീ ചെയ്തിന് വിട്ടോളോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ച പാട്ടാണ് സന്ധ്യ. അപ്പം ഞാനത് ഞാൻ BGM വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പാട്ട്. ആ BGM വെച്ചിട്ടാണ് ഞാൻ പാടിയിരുന്നത്. പക്ഷെ അപ്പോൾ അത് എൻ്റെ ഫോൺ കേടായിട്ട് ഞാനിപ്പോൾ വേറെ ഫോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഫോണിൽ നോക്കിയിട്ട് അത് തുറക്കാൻ പോലും ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതെല്ലാം BGM വെച്ച് മറ്റേതൊക്കെ മിക്സ് ചെയ്ത് ശരിയാക്കിയതായിരുന്നു. അപ്പം ഞാനിപ്പോൾ BGM ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ സാധാരണ പാടുന്ന പോലെ തന്നെ BGM ഇല്ലാതെ തന്നെ പാടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഷോർട്സിൽ മറ്റേ സന്ധ്യ പാടുന്നത്. ഒരു മിനിറ്റിൻ്റെ 1 മിനിറ്റ് 10 സെക്കൻഡ് അത്രയ്ക്കേ പാടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആവും. അപ്പോൾ അത് ഞാൻ പാടും. അപ്പോൾ അത് എനിക്ക് കമൻറ്റ് ചെയ്തോളോ, അത് കണ്ടോളോ, ഷോർട്സും കണ്ടോളോ, കമൻറ്റ് ചെയ്തോളോ. പിന്നെ എന്തായാലും നല്ലതായാലും പൊട്ടയിലൊക്കെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാടിയ പാട്ടുകളിലൊക്കെ ഏതെങ്കിലും പാടണമെങ്കിൽ പറഞ്ഞോളൂ. പിന്നെയുണ്ട് കേട്ടോ, ആഷാഢമാസം നീലജലാശയത്തിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ ആ പാട്ട് പാടുമ്പോഴാണ് എൻ്റെ സ്റ്റേജിലേക്ക് എൻ്റെ മേത്തേക്ക് മൈക്ക് വീണ്. അത് കഴിഞ്ഞതിന് ശേഷം മൈക്ക് എൻ്റെ മേത്തേക്ക് എന്താ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് മൈക്ക് ശരിയാക്കണ ആളുണ്ടല്ലോ, അത് വന്നപ്പോൾ ഞാൻ കൊച്ചാണ്. അപ്പോൾ വലിയ ഹൈറ്റുള്ള ആൾക്കാർ പാടി കഴിഞ്ഞിട്ട് ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പാടുമ്പോൾ ഈ സാധനം എൻ്റെ മേത്തേക്ക് വീഴുമ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മൈക്ക് വീഴുമോ എന്നുള്ള പേടിയിലൊക്കെ ഒരു സ്റ്റേജ് ഫ്രൈറ്റൊക്കെ എനിക്ക് കുറേശ്ശെ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് അതായിരുന്നു. അത് വേറെ സ്റ്റോറികളാണ്. പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പാട്ടുകളാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാട്ടുകൾ. അത് എല്ലാവരും പാട്ടറിയണം, പാട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ പഠിച്ചിട്ടുള്ള പാട്ടുകളാവും ഈ പറഞ്ഞ പാട്ടുകളൊക്കെ.
അപ്പോൾ അതായിരുന്നു എൻ്റെ പാട്ടിൻ്റെ ഓർമ്മകളും. പിന്നെ പ്രത്യേകിച്ച് ജാനകിയമ്മേരെ ഇതുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ആ പാട്ടുകളൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ഓർത്തെടുത്തത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സമയത്ത് ജീവിക്കാൻ പറ്റിയതിന് വലിയൊരു ഇത്. അപ്പം ഈ ജാനകിയമ്മേരെ മുന്നിൽ പ്രണാമം, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂട്ടോ, ഇഷ്ടമായെങ്കിൽ. അതുപോലെ പാട്ടുകൾ ഏതാ പാടണ്ടേ, ഏതെങ്കിലുമൊക്കെ പാടണതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വോയിസ് അനുസരിച്ചിട്ട്, വോയിസ് പോയില്ലെങ്കിൽ ഒക്കെ ഞാൻ പെട്ടെന്നൊക്കെ തന്നെ ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് വലിയ അങ്ങനെ കംപ്ലൈൻറ്റുകൾ വരാറില്ല. വോയിസിന് അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങൾ വരാറില്ല. വരും ഒരു കുറച്ചധികം നേരം സംസാരിച്ച് പിന്നെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചാലൊക്കെ എൻ്റെ വോയിസ് പോകും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പാട്ടുകളൊക്കെ പിന്നെ ആയിരിക്കും മെയിനായിട്ട്, പാട്ടോർമ്മ ഇങ്ങനത്തൊക്കെ തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്പിയോ നല്ല പുതിയ റെസിപ്പി എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത്, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ബൈ.